12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർ ഇനി നികുതി അടയ്ക്കേണ്ട. ഇടത്തരക്കാരനെ നികുതിരഹിത ജീവിതത്തിലേക്ക് ഉയർത്തി മോദി സർക്കാരിന്റെ വമ്പൻ പ്രഖ്യാപനം. പതിറ്റാണ്ടുകളോളം രാജ്യം ഭരിച്ച കോൺഗ്രസിന് നികുതി മേഖലയിൽ നടപ്പിലാക്കാനാകാത്ത പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയാണ് മോദി സർക്കാർ. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ഇടത്തരക്കാരനിനി നികുതിരഹിത ജീവിതം നയിക്കാം. ശമ്പളക്കാരനാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയുടെ ആനുകൂല്യവും ചേർത്ത് മൊത്തം 12,75,000 രൂപയുടെ ആനുകൂല്യവും ലഭിക്കും. കോൺഗ്രസ് ഭരണകാലത്ത് നികുതിരഹിത വരുമാന പരിധി വെറും 2.5 ലക്ഷം രൂപയായിരുന്നതിനെയാണ് മോദി സർക്കാർ 12 ലക്ഷം രൂപയാക്കി ഉയർത്തിയിരിക്കുന്നത്. രാജ്യത്തെ ആകെ നികുതിദായകരുടെ 85% പേർക്കാണ് പ്രയോജനം ലഭിക്കുക. 1 ലക്ഷം കോടി രൂപ വരെ കേന്ദ്ര ഖജനാവിന് നഷ്ടം വരുന്ന ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് പിന്നിൽ സാധാരണക്കാരനെ നികുതി മുക്തമാക്കുക എന്ന മാത്രം ലക്ഷ്യമാണ് നരേന്ദ്രമോദി സർക്കാരിന് മുന്നിലുള്ളത്. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്ന ഭാരതത്തിന്റെ നികുതി മേഖലയെ മാറ്റിമറിക്കുന്ന വമ്പൻ പ്രഖ്യാപനമാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പിൽ വരുത്തിയിരിക്കുന്നത്. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയ ഏക സംസ്ഥാനമായി മാറി BJP ഭരിക്കുന്ന ഉത്തരാഖണ്ഡ്. ഭാരതത്തിന്റെ ചരിത്രത്താളുകളിൽ സുവർണ ലിപികളിൽ ദേവഭൂമിയിലെ പുഷ്കർ സിംഗ് ധാമി സർക്കാർ ചരിത്രമെഴുതി ചേർത്തിരിക്കുന്നു. ഇതോടെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി മാറുകയാണ് ഉത്തരാഖണ്ഡ്. വിവാഹം, വിവാഹമോചനം, ഭൂമി, സ്വത്തുക്കൾ, പിന്തുടർച്ചാവകാശം എന്നിവയിൽ മതം പരിഗണിക്കാതെ എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം ഉറപ്പാക്കുക എന്നതാണ് ഏകീകൃത സിവിൽ കോഡിന്റെ ലക്ഷ്യം. മുത്തലാഖ് പോലുള്ള പ്രാകൃത മുസ്ലിം നിയമങ്ങൾക്ക് തടയിട്ട് ലിംഗഭേദമില്ലാതെ തുല്യനീതി ഉറപ്പുവരുത്തുകയാണ് നരേന്ദ്രമോദി സർക്കാർ. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നൽകിയ സുപ്രധാന വാഗ്ദാനമായിരുന്നു UCC. ഇത് പാലിക്കപ്പെടുന്നതോടെ മോദി സർക്കാരിന്റെ ഒരു രാജ്യം ഒരു നിയമം എന്ന ആശയത്തിലേക്ക് ഭാരതം നടന്നെടുക്കുകയാണ്. കുറഞ്ഞ ചെലവിൽ പ്രീമിയം യാത്ര വന്ദേ ഭാരതിന്റെ non-AC പതിപ്പ് അമൃത് ഭാരത് ഉടൻ ട്രാക്കിലേക്ക്. കുറഞ്ഞ നിരക്കിൽ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ വന്ദേ ഭാരതത്തിന്റെ പുതിയ പതിപ്പ് അമൃത് ഭാരത് എക്സ്പ്രസ് ഉടൻ ട്രാക്കിലെത്തുന്നു. വന്ദേ ഭാരതിൻ്റേതുപോലെയുള്ള എല്ലാ മികച്ച യാത്രാ അനുഭവങ്ങളും പുതിയ ട്രെയിനും ഉണ്ടാകും. സുഖപ്രദമായ ഇരിപ്പിടങ്ങളും മോഡുലാർ ടോയ്ലറ്റ് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടെ സാധാരണക്കാർക്ക് മികച്ച യാത്ര കുറഞ്ഞ നിരക്കിൽ പ്രദാനം ചെയ്തതാണ് അമൃത് ഭാരത് എക്സ്പ്രസ്സുകൾ. 2 വർഷത്തിനുള്ളിൽ 50-ലധികം അമൃത് ഭാരത് ട്രെയിനുകൾ ട്രാക്കിലേക്ക് ഇറങ്ങുകയാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ ലക്ഷ്യം. പ്രീമിയം സൗകര്യങ്ങളുള്ള പൊതുഗതാഗതം രാജ്യത്തെ സാധാരണക്കാർക്ക് ഉറപ്പാക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണ് നരേന്ദ്രമോദി സർക്കാർ എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. കേരളത്തിന്റെ റെയിൽവേ വികസനത്തിനായി 3042 കോടി രൂപ അനുവദിച്ച് നരേന്ദ്രമോദി സർക്കാർ. കേരളത്തെ കേന്ദ്രം അവഗണിച്ചു എന്ന സ്ഥിരം പല്ലവികൾക്കിടയിലും UPA ഭരണകാലത്തേക്കാൾ 10 ഇരട്ടി അധികമാണ് കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി കേന്ദ്രം നൽകിയിരിക്കുന്നത്. 2009 മുതൽ 2014 വരെയുള്ള UPA കാലഘട്ടത്തിൽ ശരാശരി വിഹിതം വെറും 372 കോടി രൂപ മാത്രമായിരുന്നു. എന്നാൽ മോദി സർക്കാർ 2025-26 ബജറ്റിൽ മാത്രം 3042 കോടി രൂപയാണ് വർധന വരുത്തിയിരിക്കുന്നത്. അതായത് 718% വലിയ വർധനവ്. സംസ്ഥാനത്തെ റെയിൽവേ പാത 100% വൈദ്യുതീകരിക്കുകയും അമൃത് ഭാരത് പദ്ധതിയിൽ 35 റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്ന നടപടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. മോദി സർക്കാരിന് കീഴിൽ രാജ്യത്തെ റെയിൽ ഗതാഗതം പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ്. എല്ലാ ട്രെയിൻ സേവനങ്ങളും ഇനി മുതൽ ഒരു കുടക്കീഴിൽ സൂപ്പർ ആപ്പ് സ്വറെയിൽ പുറത്തിറക്കി നരേന്ദ്രമോദി സർക്കാർ. പൊതുജനങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും റെയിൽവേ സേവനങ്ങൾ ലഭിക്കുന്നതിനായി റെയിൽവേ മന്ത്രാലയം പുതിയ സൂപ്പർ ആപ്പ് സ്വറെയിൽ പുറത്തിറക്കിയിരിക്കുന്നു. നിലവിൽ വ്യത്യസ്ത ആപ്പുകൾ വഴി ലഭിച്ചിരുന്ന റെയിൽവേ സേവനങ്ങൾ ഇനി മുതൽ ഒറ്റ ആപ്പിലൂടെ ലഭ്യമാകും. റെയിൽവേ സൂപ്പർ ആപ്പ് ട്രെയിൻ യാത്രയ്ക്കായി റിസർവ് ചെയ്തും റിസർവ് ചെയ്യാത്തതുമായ ടിക്കറ്റ് ബുക്കിംഗ്, പ്ലാറ്റ്ഫോം, പാഴ്സൽ ബുക്കിംഗ്, ട്രെയിൻ PNR അന്വേഷണങ്ങൾ, റെയിൽ മദത് വഴിയുള്ള സഹായങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി സേവനങ്ങളാണ് ലഭ്യമാവുക. റെയിൽവേ വികസനത്തിലും അത്യാധുനികവൽക്കരണത്തിലും നരേന്ദ്രമോദി സർക്കാർ പ്രശംസനീയമായ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.